ഈ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയൽ അങ്ങ് എഴുതിയല്ലോ, ഈ പിന്നെ സുരേഷ് ഗോപിക്ക് പിന്നെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടി, ഈഴവരും ഈ തരത്തിൽ പോയാൽ ക്രൈസ്തവരുടെ പാതയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് അങ്ങ് എഴുതിയല്ലോ. അത് എന്ത് അടിസ്ഥാനത്തിൽ? മാത്രമല്ല ഈ കാര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് BJP പോയിട്ടല്ലല്ലോ അവർ അവിടെ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കാരണം ഇവർ ഈ പ്രീണനം, മുസ്ലിം പ്രീണനവുമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തുക, അവരുടെ കാര്യങ്ങൾക്കെല്ലാം മുൻഗണന കൊടുക്കുക, അവിടെ അഖിലേന്ത്യാ ലെവലിൽ ഇന്ത്യക്ക് വലിയ നടക്കുന്ന മുസ്ലിം താല്പര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമ്മേളനങ്ങൾക്ക് ഇവിടെയുള്ള ഹിന്ദുക്കൾ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അതിന് മറിച്ചൊരു ചിന്ത ഉണ്ടാകും. ആ മറിച്ചൊരു ചിന്ത വരാതിരിക്കണമെന്നെങ്കിൽ ഒന്ന് വേണ്ട ഒരു നീതിപൂർവമായിട്ട്. ഇപ്പം എൻ്റെ സുരേഷ് ഗോപി എന്താണ് വോട്ട് അവിടെ കൊടുത്തത്? സുരേഷ് ഗോപി മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്, ക്രിസ്ത്യാനിയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഞാൻ തന്നെ വസ്ത്രം പറഞ്ഞ എനിക്ക് കുറ്റബോധമുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. 2ാം സ്ഥാനത്തെത്തുമെന്ന് ഞാൻ വിചാരിച്ചത്. 1ാം സ്ഥാനത്ത് CPI ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നേരെ മറിച്ചല്ല വന്നത്. എന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അഖിലേന്ത്യാ ലെവലിൽ ആരൊക്കെ തമ്മിലാണ് വഴക്ക്? ലോകം പിടിച്ചടക്കാൻ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലാണ്. ആ വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ ഭഗവതി കോപം മാങ്ങാച്ചൂടും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഗോപി ജയിച്ചു. ഈ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വന്നാൽ ഈ ഇവിടെ ഈ ശ്രീമതി പ്രീതി നടേശനൊക്കെ ഈ പ്രചാരണത്തിന് പോകുന്നത് അത്തരം ഒരു രീതി എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ ഒരു പ്രകടമായി അല്ല, പ്രീതി അവിടെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ള നേരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാനായിരുന്നു പറയണ്ട. അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്. ഞാനൊരു കാര്യമുണ്ട്, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും പിണറായിയുടെ തലയിലല്ല വയ്ക്കണത്, അല്ലേ? ഈ 5 കൊല്ലം ഭരിച്ചപ്പോൾ പിണറായി എടുക്കണമായിരുന്നു. അന്നും ഈ സ്വഭാവം തന്നെയായിരുന്നു. ഇപ്പോൾ ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിൽ വെക്കുന്നതെത്താൻ മര്യാദ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം നോട്ടം വെച്ച്, ഇരുന്ന് വെച്ച്, നോക്കിയത് വെച്ച്, ഇപ്പോൾ പിണറായിയെ ക്രൂശിക്കാനാണല്ലോ ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം ഭരിച്ച് ഇതേ രീതിയിലുള്ള ശൈലിയായിരുന്നു പിണറായിക്ക്. ഓരോരുത്തർക്കും ഓരോ ശൈലിയല്ലേ. നമ്മുടെ അച്യുതാനന്ദൻ എന്താ വേറൊരു ശൈലിയാണ്, പിന്നെ ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു ശൈലിയാണ്, നയനാർക്ക് മറ്റൊരു ശൈലിയാണ്. ഇദ്ദേഹത്തിൻ്റെ ശൈലി ഇതാണ്. ആ ശൈലിയായിട്ട് പോലും കഴിഞ്ഞ ഭരണം കഴിഞ്ഞിട്ട് അടുത്ത ഭരണത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചില്ലേ മിസ്റ്ററെ? തുടർഭരണം നേടി കിട്ടി. അപ്പോൾ ഈ അന്നിപ്പോൾ പിണറായി മിടുക്കനായിരുന്നല്ല. ഇപ്പോൾ മാത്രമല്ല മിടുക്ക് പറഞ്ഞു പോയെന്ന് പറയാൻ എന്താ കാരണം? പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരു ഒള്ളുകല പലരും. അതെന്താ പറയാത്തത്? എല്ലാം പിണറായിയുടെ കുറ്റം മാത്രമാണ്. ഓരോരുത്തരും വിഴുങ്ങാൻ കാത്തു നിൽക്കുകയല്ലേ. ഞാനാണ് വലുത്. ഇപ്പം ആന്റണി രാജു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിരുന്നു. അയാളെല്ലാം പാർട്ടിയായിട്ട് ആലോചിച്ചും മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്തു. അടുത്തൊരാൾ കണ്ടു കോൺട്രാക്ട് ബേസിൽ വന്ന് അടുത്ത ആൾ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ ആന്റണി രാജുവിന് എന്തുമാത്രം കൊച്ചാക്കാനൊക്കെ കൊച്ചാക്ക് താൻ പ്രമാണിയാകാനാണ് നോക്കിയത്. ആ പ്രമാണിയാകാൻ വന്ന് ചെയ്തതെല്ലാം കുളമായി എന്ന് മാത്രമല്ല, അവിടെ സ്റ്റാഫിലുണ്ടായിരുന്ന മിടുക്കന്മാരായ ആളുകളായ ഈഴവനെല്ലാം പറഞ്ഞയച്ചു. പുള്ളിക്ക് കൈവനെടുക്കുന്നതും പുള്ളിക്ക് ഓശാന പറയുന്നതും തമ്പുരാനായിട്ട് നിൽക്കുന്ന ആളുകളെ മാത്രം, അതായത് രാമൻ്റെ മുമ്പിൽ ഹനുമാനായിട്ട് നിൽക്കുന്ന കുറേ ഹനുമാന്മാരാണ് അവിടെ കൊണ്ടിരുത്തി. എന്നിട്ട് കണ്ടില്ല അവിടെ വണ്ടി ഓടിച്ച് ടെസ്റ്റിങ്, ആ ടെസ്റ്റിങ് എത്ര പ്രാവശ്യം മാറ്റി മറിച്ചും പറഞ്ഞപ്പോൾ തുഗ്ലക് രാജാവിൻ്റെ ഭരണമല്ലേ. ആദ്യം നോക്കി പറ്റില്ല, പിന്നെ മാറ്റി. ഇങ്ങനെ തുഗ്ലക് രാജാവിൻ്റെ പരിഷ്കാരം പോലെയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ. എന്നിട്ട് വലിയ സ്റ്റൈല്, വലിയ ചമയും പത്രാസും, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവരുടെ പത്രാസും അടികൊണ്ട് കരണത്ത് ഇതെല്ലാം അളിയേണ്ടതാണ്, അതാ ഭാര്യയുടെ ഭർത്താവിൻ്റെയാണ്, സ്വന്തം ഭാര്യയുടെയാണ്, അടികൊണ്ട് ഇതെല്ലാം മുഖത്ത് കാണിച്ച ഒരാളാണ്. വല്ല ജീവിതത്തിൽ സ്വഭാവ ശുദ്ധിയും ഉണ്ടാകും മിസ്റ്ററേ. അടുത്ത കുട്ടനാട്ടിലൊരാൾ കിടക്കുന്നത് ഇവിടെ ഒരു കെട്ടുവെള്ളം പോയിട്ട് ഒരു കടത്ത് പോട്ടത്തിൽ കയറാനുള്ള ആളില്ല. അദ്ദേഹത്തിന് മന്ത്രിയാണ്. കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന മന്ത്രിമാരും പലരും എല്ലാം മിടുക്കന്മാരായിരുന്നു. സുധാകരൻ സാഹിബിന് എന്താ കുഴപ്പമുണ്ടായിരുന്നു? ഐസക് സാർക്ക് എന്തായിരുന്നു? അവർക്ക് നല്ല ഭരണാധികാരികന്മാരായിരുന്നു. പിന്നീട് വന്ന ഈ ടൈമിൽ വന്ന ആളുകൾ അപ്പോഴും
പിണറായിക്ക് ഒരു കുഴപ്പമുണ്ടായപ്പോൾ ടൈമിൽ വന്ന പലരുടെയും ഭരണ പരിചയക്കുറവും ചിലരെല്ലാം ദാഷ്ട്യ സമീപനങ്ങളും കുറേയെല്ലാം ഇമേജിനെ കുറച്ചിട്ടുണ്ട്.